ഹായ് ഓല്ല. സോ ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ഇന്നൊരു ലാസ്റ്റ് ക്വിക്ക് സെഷന് വേണ്ടിയാണ്. അതായത് വേറെ കാര്യങ്ങളൊന്നുമല്ല. ക്വിക്ക് സെഷൻ ഇൻ ദ സെൻസ് പരീക്ഷയ്ക്ക് മുന്നേ ഉള്ള ലാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എക്സാം ഫേസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സെഷൻ വെച്ചത് തന്നെ. ഇറ്റ്സ് വെരി ക്വിക്ക് സെഷൻ. നമ്മളൊരു വലിയൊരു ഫുൾ ഓൺ ക്ലാസ്സിലേക്കോ അങ്ങനെയൊന്നും പോകുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഇത്രയും നാളത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ലാസ്റ്റ് മിനിറ്റിലേക്ക് പോകുന്ന ഒരു സമയത്ത് നമ്മൾ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് ചാറ്റ് ചെയ്യാമെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് എല്ലാവരെയും കാണാൻ പറ്റും. സോ യെസ്, ഓക്കെ. മെസ്സേജ് കാണുന്നു, ക്ലിയർ അല്ലോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്താലും മതി. ഐ ക്യാൻ ആക്ച്വലി സീ എവ്രിബഡി. ഓക്കെ, കാണാമെന്ന് വിചാരിക്കുന്നു. പെർഫെക്റ്റ്. അപ്പോ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പരീക്ഷ എന്ന രീതിയിൽ നമ്മൾ എന്തായാലും 2026 പ്രിലിംസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുള്ള വളരെ ക്വിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തു പോകുന്നത്. നിങ്ങൾ അത് വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്രധാനമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഞാൻ ഇനിയും ഒന്നുകൂടെ നമ്മൾ വോയിസിലും ഇതിലൊക്കെ ഞാൻ ഗ്രൂപ്പിലും ടെലിഗ്രാമിലൊക്കെ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വോയിസസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയേണ്ടത്. ആദ്യത്തെ, നമ്മൾ 9:30 കിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, കിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു 100 ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എപ്പോഴും മനസ്സിലാക്കുക, UPSCയുടെ ആപ്ലിക്കൻസ്, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് വളരെ ക്വിക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ലാക്സിൽ ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഓരോ വർഷം പുതിയ പുതിയ ആൾക്കാർ അപ്ലൈ ചെയ്ത് വരുമ്പോൾ എലിമിനേഷൻ വളരെ പെട്ടെന്ന് നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, എലിമിനേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ക്വസ്റ്റ്യൻസിന്റെ ടഫ്നെസ് കൊണ്ടല്ല എലിമിനേറ്റ് ചെയ്യേണ്ടത്. ആർക്കും അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ടല്ല നമ്മൾ അവർ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ 100 ക്വസ്റ്റ്യൻസിൽ നമുക്കറിയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ടഫർ ഫോർമാറ്റ് ഇൻ ദ സെൻസ് ദേ വിൽ ബി കൺഫ്യൂസിങ്. ഈ കൺഫ്യൂസിങ് എന്ന് പറയുന്നത്, ആ കൺഫ്യൂസിങ് ആണ് സത്യം പറഞ്ഞാൽ എലിമിനേഷൻ നടത്തുന്നത്. അതാണ് നിങ്ങൾ ആദ്യം ഓർത്തു വെക്കേണ്ട ഒരു ഫാക്ടർ. ഈ കൺഫ്യൂഷൻ തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എലിമിനേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതൊരു ഷെല്ലാണെന്ന് വിചാരിക്കാം. ഇതൊരു വളരെ ടഫ് ആയിട്ടുള്ള ഒരു ഷെല്ലാണ്. ഇതിന്റെ അകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ UPSCയുടെ ഓരോ ക്വസ്റ്റ്യനും, പ്രിലിംസിന്റെ ഓരോ ക്വസ്റ്റ്യനും ഇതേപോലത്തെ ഒരു ഹാർഡ് ഷെല്ലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഷെല്ലെന്ന് പറഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ ഇറ്റ് ലുക്സ് വെരി ടഫ്, വളരെ ടഫ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. വളരെ ടഫ് എന്ന് മാത്രമല്ല, വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കുമ്പോൾ തന്നെ ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ലല്ലോ എന്ന രീതിയിൽ കൺഫ്യൂസ് ചെയ്യിക്കാം. പിന്നെ ഭയങ്കരമായിട്ട് ഒരു അൺനോൺ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ എന്താന്ന് വെച്ചാൽ പല UPSC ആസ്പിരൻസും ഇത്രയും സംഭവങ്ങൾ വേണമെങ്കിൽ കൺഫ്യൂസിങ്, അൺനോൺ, ടഫ്, ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് വരെ നമുക്ക് തോന്നാം. ഒന്നും മനസ്സിലാവാത്ത കൺഫ്യൂസിംഗ് ആയിട്ടൊരു ഫോർമാറ്റ് വരാം, എന്തും വരാം. അങ്ങനെ പല രീതി നമ്മൾ പല ഫോർമാറ്റുകൾ നമ്മുടെ പരീക്ഷകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് 99% ആസ്പിരൻസും ഈ പരീക്ഷ എഴുതുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരും ഇവർ അത്ര സീരിയസ് ആയിട്ട് പഠിച്ച ആൾക്കാരൊന്നും ആയിരിക്കില്ല. ഇനി സീരിയസ് ആയിട്ട് പഠിച്ച ആൾക്കാരുണ്ടെങ്കിലും ഈ ഒരു ഷെല്ലിന്റെ ടഫ്നെസ് കാരണം പകുതി ആൾക്കാരുടെയും, ഈ 99% ആൾക്കാർക്കും ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ, ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയാൽ ഈ ഡിഫിക്കൽട്ടി നമ്മുടെ ലോജിക്കിനെ, നമ്മൾ ചിന്തിക്കുന്ന ലോജിക്കിനെ, നമ്മുടെ മെന്റൽ കപ്പാസിറ്റിയെ, ആ സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റിനെ എല്ലാം ബാധിക്കും. ഇതാണ് അതിന്റെ ഒരു കണക്ഷൻ. ഇങ്ങനെയാണ് അതിന്റെ ചെയിൻ പോകുന്നത്. അത് ഒരുപാട് പരീക്ഷകൾ പ്രിലിംസ് എഴുതി കഴിഞ്ഞിട്ട് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നും കൂടെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യനെ ഡിഫിക്കൽട്ട് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്ക്, മെന്റൽ കപ്പാസിറ്റി, മൈൻഡ് സെറ്റ് എല്ലാം നമ്മുടെ ക്ലോസ് ആയി പോകും. സത്യം പറഞ്ഞാൽ ഈ ഷെല്ലിൽ നമ്മൾ അടിച്ചു വീഴും. ഈ ഷെല്ലിനെ അതിജീവിച്ച് കഴിഞ്ഞ് ഇതിനകത്ത് ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും കിടപ്പുണ്ടാവും. അതിലേക്ക് ഇത് ബ്രേക്ക് ചെയ്ത് കടക്കാനുള്ള ഈ ചക്രവ്യൂഹം ഭേദിച്ചിട്ട് ചിലപ്പോൾ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് അറിയുന്ന സംഭവം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ, ഇത്രയും നാൾ പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ക്ലൂ അവിടെ നമുക്ക് വേണ്ടി ഒളിഞ്ഞിരിപ്പുണ്ടാവും. ആ ക്ലൂ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ലോജിക്കും ഇതൊന്നും അടയാതിരിക്കണം. അതിനു വേണ്ടി നിങ്ങൾ വളരെയധികം പേഷ്യന്റ് ആയിട്ട് വേണം പരീക്ഷയെ കാണാൻ. ഇതൊരു വലിയ സ്ട്രാറ്റജിയാണ്.
വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. എത്ര ക്വസ്റ്റൻ അറ്റം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ പരീക്ഷ തോക്കുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോളൂ, ആദ്യത്തെ 15 മിനിറ്റിലാണ് നമ്മൾ പ്രിലിംസ് തോക്കുന്നത്. ബിക്കോസ് യു മെന്റലി ഗിവ് അപ്പ്. നമ്മളെ കൊണ്ട് ഇത് നടക്കൂല എന്നൊരു തോന്നൽ വരും. പല ആൾക്കാരും വളരെ കൂളായിട്ട് പഠിച്ച ആൾക്കാരെല്ലാം ഇത് പാസ്സായിട്ടുണ്ട്. അപ്പൊ അതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, വളരെ കൂളായിട്ട് ഇത് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര ടഫ് ക്വസ്റ്റൻ ആണെങ്കിലും അതിന്റെ ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇതിന്റെ ഉള്ളിൽ നമുക്കുള്ള എന്തെങ്കിലും ക്ലൂ പതിഞ്ഞിരിപ്പുണ്ടോ, ഈ ക്ലൂവിൽ ഏതെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടി നിങ്ങൾ വളരെ പേഷ്യന്റ് ആയിട്ട് വേണം നോക്കാൻ. അപ്പൊ ആദ്യത്തെ 15 മിനിറ്റ് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക. ചിലപ്പോൾ ആദ്യത്തെ 7 പേജ്, ചിലപ്പോൾ ഒരു 6 പേജസ് മറയ്ക്കുമ്പോഴും നമുക്കറിയുന്ന ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തളരരുത്, നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഉറപ്പ് വരുത്തുന്ന ഒരു 10-25 ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള സാധനം ഉറപ്പായിട്ടും കിട്ടും. അറിയുന്ന സംഭവങ്ങൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുക, എന്നിട്ട് അറിയാത്ത സംഭവങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ തളരരുത്, ഒരു കാരണവശാലും നമ്മൾ ഫെയിൽ ആവുക. അങ്ങനത്തെ ആൾക്കാരാണ്, മെന്റലി തളരാത്ത ആൾക്കാർ മാത്രമേ ഇത് ക്ലിയർ ചെയ്യുള്ളൂ. അല്ലാതെ വെറുതെ ടഫായാലോ, ഇനി ഒന്നുകൂടെ എഴുതേണ്ടി വരുന്നൊന്നും ഇത്രയും കാലം പേപ്പർ കാണുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രിപ്പറേഷനെ കുറിച്ചിട്ടോ ഞാൻ എടുത്ത എഫേർട്ടിനെ കുറിച്ചിട്ടോ ജീവിതം എന്താവുന്നു അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു ഒന്നും ചിന്തിക്കരുത്. ഫോക്കസ് ഓൺ ദാറ്റ്. 25 to 30 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അടുത്ത റൗണ്ട് വരുന്ന സമയത്ത് നിങ്ങൾ ജീവനോടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി 100% ഫ്ലക്ച്വേഷൻ ഇല്ലാതെ തന്നെ നമ്മൾ ഒന്നും സംഭവിച്ചിട്ടില്ല, നമുക്ക് പറ്റും എന്നുള്ള സീറോ ഫ്ലക്ച്വേഷനിൽ നമുക്ക് വരാൻ പറ്റിക്കഴിഞ്ഞാൽ 25 to 30 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു 70 ക്വസ്റ്റ്യൻസിൽ 70 ക്വസ്റ്റ്യന് മിക്കവാറും ഷെല്ലുള്ളതായിരിക്കും, ടൈറ്റ് ഷെല്ലായിരിക്കും. ഈ ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഉറപ്പായിട്ടും പറ്റും. ഇതിനകത്ത് നമ്മുടെ ക്ലൂ കിടപ്പുണ്ട്. ആ ക്ലൂ കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആൻസർ കിട്ടും. 100% ഷുവർ. ഉറപ്പായിട്ടും ഇങ്ങനെ തന്നെയാണ് നമ്മൾ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യേണ്ടത്. ഒരുപാട് പ്രാവശ്യം പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ടെൻഷൻ ഇല്ലാതെ നിങ്ങളുടെ ലോജിക് 100%, ഇതൊരു ലൈറ്റ് പോലെയാണ്, തലയ്ക്കകത്തുള്ള ബൾബ്, ആ ലോജിക് 100% കത്തിച്ച് വെക്കുക. ഉറപ്പായിട്ടും ഒരു ക്ലൂ ഒരു ക്വസ്റ്റ്യനിൽ കിട്ടും. അത് കണ്ടെത്താൻ നമുക്ക് പറ്റുകയും ചെയ്യും. അതാണ് നമ്മുടെ പഠിത്തം. ഇത്രയും വർഷം നമ്മൾ ഒരു വർഷം എഫേർട്ട് എടുത്തതിൽ ആ ക്ലൂ കണ്ടെത്താൻ പറ്റുന്നതിലാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം. എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം? ഇപ്പൊ ഒരു Q&Aയിൽ വന്നൊരു കമന്റ്, എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, ഡിപ്പെൻസ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ. അതിന്റെ ടഫ്നെസ് അനുസരിച്ച് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടൊരു പേപ്പർ ആണെന്ന് വിചാരിക്കുക, അങ്ങനെ വരാനുള്ള ചാൻസ് കുറവാണ്, പക്ഷെ പറയാൻ പറ്റില്ല. വളരെ സിമ്പിൾ ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ അറ്റംപ്റ്റ് കൂട്ടിയല്ലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് വളരെ സിമ്പിൾ ആയ ഇന്ത്യയിൽ എല്ലാവർക്കും ഇത് എളുപ്പമായിരിക്കും, അപ്പൊ നമ്മൾ അറ്റംപ്റ്റ് കൂട്ടണം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടഫ്നെസ് അനുസരിച്ചിട്ട് ഒരു മോഡറേറ്റ്ലി ടഫ് ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, അത്യാവശ്യം ടഫ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് മാത്രമേ നിങ്ങൾ എഴുതാവുള്ളൂ. നമുക്ക് ഏകദേശം എപ്പോഴും ഒരു കാൽക്കുലേഷനും ഒരു സംഭവം നമുക്ക് ലോജിക്കലി ക്ലിക്ക് ആവേണ്ട ഒരു സാധനം നമുക്ക് വളരെ ഓബ്വിയസ് ആയിട്ട് മനസ്സിലാവും. കഴിഞ്ഞ കുറെ വർഷം നോക്കുമ്പോൾ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ 78 മുതൽ 95 വരെയുള്ള കട്ട് ഓഫിലാണ് നമ്മൾ ഏകദേശം കട്ട് ഓഫ് പോകുന്നത്. അപ്പൊ ഏകദേശം നമുക്കൊരു ധാരണയുണ്ട്, ഒരു 100+ അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് ഹൈ ആണെന്നുള്ളത് കോമൺ സെൻസിക്കലി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡറേറ്റ് ലെവൽ നോക്കിയിട്ട് വേണം നമ്മൾ ആ സമയത്ത്, നിങ്ങളാണ് ആ കോൾ എടുക്കേണ്ടത്. അതുകൊണ്ട് വളരെ ആലോചിച്ച് ഉറപ്പുവരുത്തുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് റൗണ്ട് സമാധാനപരമായിട്ട് മെന്റലി തോക്കാതിരുന്നാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഡു നോട്ട് ലൂസ് മെന്റലി. അത് മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ബാക്കി നിങ്ങൾ ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഇത് പഠിക്കുക അത് പഠിക്കുന്നൊന്നുമില്ല, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ആൻഡ് സ്ലീപ്പ് ഒന്നുകൂടെ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ്, ഞാൻ ഓൾറെഡി ഒരു വോയിസ് അയച്ചിരുന്നു, നിങ്ങൾ കേട്ടു? യെസ്, കേട്ടു, എല്ലാവരും കേട്ടു. ഞാൻ ടെലിഗ്രാമിൽ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു. സ്ലീപ്പ് ഇനി അടുത്ത ഇന്നും നാളെയും ഒക്കെ കൂടുതലും നിങ്ങൾ രാത്രി 12 മണി വരെയോ 1 മണി വരെയോ ഒക്കെ പിന്നെ നിങ്ങൾ ഇരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ എഫക്റ്റ് ആവും. ചില ആൾക്കാർക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല, ചില ആൾക്കാർക്ക് അത് വലിയ പ്രശ്നമാവും. കാരണം 9:30 എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും നേരത്തെ എണീറ്റ് സെന്ററിൽ പോയി 9:30 കഴിഞ്ഞ് 11:30 നമ്മുടെ പരീക്ഷ കഴിയും. ടെക്നിക്കലി 11:30 എന്ന് പറയുമ്പോൾ ഒരു 10 ആകുമ്പോൾ നമ്മൾ സാധാരണ എണീക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ പ്രശ്നമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത് CSAT-ലാണ്. അപ്പൊ GS-ൽ എനിക്ക് പറയാനുള്ള കാര്യം ഇത്ര തന്നെ ഉള്ളൂ.
നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ സമാധാനമായിട്ട് എഴുതിയാൽ മതി. ഐ സ്ട്രോങ്ലി ബിലീവ് ഇത്രയും വർഷം PYQ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു വലിയ കാര്യമാണ്, എന്തൊക്കെ ഫോർമാറ്റ് വന്നാലും എന്തൊക്കെ സംഭവങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമുക്ക് പാസ്സാവാനുള്ള ഒരു 45-50 ക്വസ്റ്റ്യൻ അതിൽ കിടപ്പുണ്ട്. 100% ഞാൻ എഴുതി വെച്ചുതരാം. പിന്നെ ഉറപ്പായിട്ടും എല്ലാ ചോദ്യത്തിലും ഒരു ക്ലൂ ഉണ്ടാവും. ആ ക്ലൂ നമുക്ക് ലോജിക്കലി സമാധാനമായിട്ട് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. അതാണ് ആകെ ചെയ്യേണ്ടത്. പിന്നെ CSAT, പല ആൾക്കാരും നിങ്ങൾക്ക് CSAT പ്രശ്നം, 95% ആൾക്കാർക്കും CSAT പ്രശ്നമാണ്. CSATനെ അതുകൊണ്ട് പ്രത്യേകം ഓർത്ത് വെക്കുക. വേറൊന്നുമല്ല, നിങ്ങൾ ടൈമിനകത്ത് അത് പെട്ടെന്ന് തീർക്കാൻ നോക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി ഒരുപാട് പേര് 67, 69 അല്ലെങ്കിൽ ഇതേപോലെ 63, 64 ഒക്കെ വാങ്ങിച്ച ആൾക്കാർ GS ക്ലിയർ ചെയ്തിട്ടും ഇത് ക്ലിയർ ചെയ്യാതെ പോയ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ നന്നായി ലാസ്റ്റ് മിനിറ്റ് ഒന്ന് നന്നായി ശ്രമിക്കുക. ആൻഡ് മേക്ക് ഷുവർ നെഗറ്റീവ്സ് ഒഴിവാക്കാതിരിക്കാൻ നോക്കുക. ഒരു 35-36 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് വന്നാൽ നമുക്ക് പാസ്സാവാനുള്ള ചാൻസ് വളരെ ടൈറ്റ് ആവും. 35-36 എഴുതി വന്നാൽ, കാരണം നമുക്കിതിനകത്ത് ഉറപ്പോട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോജിക്കൽ റീസണിങ്ങോ അല്ലെങ്കിൽ ക്വാണ്ടോ മാത്തമാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ പാസേജ് ഡേഞ്ചറസ് ആണ് ഇവിടെ. കാരണം ഇതിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് കിട്ടും. പക്ഷെ ഇത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ മാർക്കിനകത്തുനിന്ന് കിട്ടിയ മാർക്കും കൂടെ പാസേജ് നെഗറ്റീവ് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ വളരെ ക്ലീൻ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 36-37 ചെയ്തു വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബോർഡർ ലൈൻ കേസായി മാറും. ബിക്കോസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന രീതിയിൽ മാറുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആയി തുടങ്ങും. അതൊരിക്കലും നമുക്ക് പാടില്ല. ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയും കൂടെയാണ് ഞാൻ പറയുന്നത്. ഒരു അത്യാവശ്യം പറ്റുന്ന പോലെ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് മാത്സ് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പാസേജ് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ നോക്കുക. ഡു നോട്ട് ഗെറ്റ് സ്റ്റക്ക്. സമയം ഇങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ടിക്കിംഗ് ടൈം ബോംബ് പോലെയാണ്. അപ്പൊ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ആവരുത്. സ്റ്റക്ക് ആവാതെ പറ്റുന്നില്ലെങ്കിൽ അത് വിടുക. നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് പാസേജ് ആണെങ്കിൽ മാക്സിമം പാസേജ് ഉറപ്പിക്കാൻ നോക്കുക. പിന്നെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാലും ഈസി, മീഡിയം, ടഫ്, വെരി ടഫ്, ഏതൊരു പരീക്ഷയിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇതെല്ലാം കൂടെ ചേർത്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാത്സ് ഡിഫിക്കൽട്ട് ആണെന്ന് പാസേജ് നമുക്ക് പറ്റുന്ന പോലെ നമുക്കൊരു 10-30 ക്വസ്റ്റ്യൻ കിട്ടി, എത്ര എണ്ണം ശരിയാവുമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെയും കിടപ്പുണ്ട്, ക്വാണ്ട് ഉണ്ട്, ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അപ്പൊ ഇത് എപ്പോഴും ഓർക്കേണ്ടത് ഈസി, മീഡിയം, ടഫ്, വെരി ടഫ്, ഈ കോമ്പിനേഷനിലായിരിക്കും ചിലപ്പോൾ അടുത്ത ഒരു 50 ക്വസ്റ്റ്യൻസ് അവർ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വെരി ടഫ്, മീഡിയം, ടഫ് ഒക്കെ ആയിരിക്കാം. ആദ്യം നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ മറിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ആലോചിക്കേണ്ട ഒരു സംഭവം, നമുക്കിത് പാസ്സായാൽ മതി. പാസേജ് ആണ് നിങ്ങളുടെ ക്വാണ്ടം ലോജിക്കൽ റീസണിങ് ഇല്ല, പക്ഷെ ഡിഫിക്കൽട്ട് ആണ്, ഒരുപാട് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ പാസേജ് പ്രയോറിറ്റൈസ് ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ മറ്റേ സംഭവത്തിൽ നിന്ന് 50 ക്വസ്റ്റ്യനിൽ ചെയ്യാവുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഓർഡർ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഈസി മീഡിയം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 100% ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ അത് ഏത് പേജിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പാസേജ് കഴിഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം. 50 എണ്ണത്തിൽ ചിലപ്പോൾ പേജ് മറിക്കുമ്പോഴായിരിക്കും കുറെ ഈസി മീഡിയം ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ അവസാനം കിടപ്പുണ്ടാവും. നമ്മൾ ആ ക്വസ്റ്റ്യന്റെ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. GSൽ അപ്ലൈ ചെയ്ത അതേ സ്ട്രാറ്റജി ഇവിടെ അപ്ലൈ ചെയ്യുക. 50 എണ്ണം ലോജിക്കൽ റീസണിങ് ക്വാണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന നമുക്ക് ഈസി മീഡിയം ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കാണും. അത് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുക. പാസേജിൽ 30 എണ്ണം കിട്ടി, അടുത്ത ഒരു 15-16 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ഈസി മീഡിയം മാക്സിമം കണ്ടുപിടിക്കുക. നിങ്ങളെ കൊണ്ട് ടഫും വെരി ടഫും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും നിങ്ങൾക്കത് കിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് വിടുക. അല്ലാതെ വേറെ നമ്മളത് ബുദ്ധി എന്താന്ന് വെച്ചാൽ ലീവ് ഇറ്റ് ഓർ എൽസ് യു കനോട്ട് സോൾവ് ഇറ്റ്. പക്ഷെ ഇത് ചെയ്ത് വെരി ടഫും ചെയ്ത് ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഈസി മീഡിയം കാറ്റഗറിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ പറയില്ലേ, പെറുക്കി എടുക്കുക എന്ന് പറയുന്ന പോലെ ചൂസ് ചെയ്തെടുക്കുക, അത് പ്രയോറിറ്റൈസ് ചെയ്യുക. മാക്സിമം സ്കോർ 67 മാർക്ക്, ഒരു 68 മാർക്കിന് മുകളിൽ കിട്ടുന്ന രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്താൽ മാത്രം മതി. CSAT ഡിഫിക്കൽട്ട് ആണെങ്കിൽ ദിസ് ഇസ് ദ ലാസ്റ്റ് ട്രിക്ക് ദാറ്റ് യു ക്യാൻ ഡു. ഒരിക്കലും അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ പരീക്ഷ എഴുതുന്ന ഒരു ഗീവ് അപ്പ്.
മെന്റലി ഗിവ് അപ്പ്. 67 മാർക്ക് കിട്ടൂ, 67 മാർക്ക് കിട്ടൂ എന്ന് ആലോചിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഗിവ് എ ഗുഡ് ഷോട്ട്. ഇനി നിങ്ങൾക്ക് മാത്സ് ഭയങ്കര ബെസ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിലും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്വാണ്ടിൽ അടിപൊളിയാണെങ്കിലും നിങ്ങൾക്ക് ക്വാണ്ടിൽ കിട്ടുന്ന മാർക്ക് ഇംഗ്ലീഷിലും കൂടെ നിങ്ങൾ നന്നായി, രണ്ടാമത്തെ കാറ്റഗറിയാണ്, നിങ്ങൾ സൂപ്പർ ആണ് ക്വാണ്ടില് എങ്കിൽ ക്വാണ്ടില് നമുക്ക് ഒരു 67 മാർക്ക് കിട്ടുന്ന ഒരു ലെവൽ ഓഫ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ഉറപ്പാണ് ഒരു ക്വാണ്ട് അത്യാവശ്യം നന്നായി ചെയ്തൊരു 82 മാർക്കൊക്കെ കിട്ടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ പാസ്സായല്ലോ, സീസാറ്റിന്റെ പാസേജ് ചെയ്യണമെന്ന് തന്നെ നിർബന്ധമില്ല. അങ്ങനെ ഇനി രണ്ടും കെട്ട രീതി ചെയ്താൽ കുറെ പാസേജ് ഉറപ്പില്ലാതെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഈ 82 കറക്റ്റ് ആക്കിയതിൽ 82 മാർക്കിനകത്തുനിന്ന് നെഗറ്റീവ് അടിച്ചടിച്ച് അവസാനം 67 to 75 ബോർഡർ റേഞ്ചിൽ വന്ന് നിൽക്കും. ഇങ്ങനെ ബോർഡർ റേഞ്ചിൽ വന്നാൽ ഇംഗ്ലീഷിന്റെ മാർക്ക് UPSCയുടെ കീ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ മാർക്ക് ഉറപ്പിച്ചു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക. ഇംഗ്ലീഷ് കൈ തൊട്ടാൽ ഉറപ്പായിട്ടും തെറ്റും. UPSCയുടെ കീ വ്യത്യാസം വരും. Which of the following is implicitly correct, explicitly correct? Which is the logical corollary of that? Which is the most least inferred statement എന്നൊക്കെ ചോദിച്ച് നമുക്ക് ശരി ഉത്തരം കിട്ടണമെന്ന് ഒരു നിർബന്ധവും. അതുകൊണ്ട് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ചെയ്യണ്ട. ഇനി മീഡിയം ക്വാണ്ട് ലെവൽ ആണെങ്കിൽ ക്വാണ്ടും നന്നായി ചെയ്യുക, പാസേജും നന്നായി ചെയ്യുക, ഒരു മിനിമം സ്കോർ എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. തീരെ സീസെറ്റ് ഭയങ്കര ടഫ് ആണെങ്കിൽ പാസേജ് മാക്സിമൈസ് ചെയ്യുക. ഈസി മീഡിയം സാധനം എടുത്തിട്ട് ഒരു മിനിമം സ്കോർ പാസ് ആവാൻ വേണ്ടിയുള്ള ഒരു എഫേർട്ട് ഉറപ്പായിട്ട് എടുക്കുക. 2 മണിക്കൂർ നല്ല മെന്റലി വേറെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ പാസ്സാവുന്ന വിചാരിച്ച് മാക്സിമം ട്രൈ ചെയ്തോ, ഉറപ്പായിട്ടും കിട്ടും. മെന്റലി നമുക്ക് അയ്യോ സമയം പോയിക്കൊണ്ടിരിക്കുക, ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജനറലി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നല്ലോണം GS1 GS2 എഴുതുക. ഇനിയിപ്പോ UPSC എന്നെ കീ ഇറക്കുന്നുണ്ട്, നമ്മൾ ഇനി കഷ്ടപ്പെട്ട് ആൻസർ കീ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് UPSC എന്നെ കീ ഇറക്കി തരും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും, ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ ഇനിയൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പരീക്ഷ കഴിഞ്ഞു, അടുത്ത സൺഡേ കഴിഞ്ഞ് ഈ വരുന്ന വീക്കിൽ നമ്മൾ മെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻസിന്റെ ഏരിയാസ് കൂടുതൽ ഒന്നുകൂടെ പ്രയോറിറ്റൈസ് ചെയ്ത് എത്തിക്സ്, ആർട്ട് ആൻഡ് കൾച്ചറിന്റെ റൈറ്റിംഗ് പ്രാക്ടീസ്, സൊസൈറ്റി, ഇന്റേണൽ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇങ്ങനെ മെയിൻസിന് വേണ്ടിയുള്ള ഹൈ പവേർഡ് ഏരിയാസ് എല്ലാം നമ്മൾ ഇമ്മീഡിയറ്റ്ലി കവർ ചെയ്യുന്ന ഒരു സംഭവം കൂടെ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് പേര് സെഷന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ക്വിക്ക് സെഷൻ ആയതുകൊണ്ട് തന്നെ ഞാനിത് മെയിൻ സ്ട്രാറ്റജി പറഞ്ഞു കഴിഞ്ഞു. ആപ്പിൽ നാളെ അപ്ലോഡ് ചെയ്യും, നിങ്ങൾ ബാക്കിയുള്ളവർ കണ്ടാലും മതി. റിപ്പീറ്റ് ചെയ്യാൻ സമയമില്ല, നിങ്ങൾക്കും സമയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഒരു കാര്യം കൂടെ, നമ്മൾ എന്തായാലും മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് എത്തിക്സ്, വേൾഡ് ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചറിന്റെ റിട്ടേൺ, സൊസൈറ്റി, ഇന്റേണൽ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അങ്ങനത്തെ കുറച്ച് മെയിൻസ് ടോപ്പിക്കുകളെല്ലാം പ്രയോറിറ്റൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഇതിന്റെ എല്ലാം ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ അപ്ലോഡഡും ആയിരിക്കും. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഇൻ കേസ് നമ്മൾ വിചാരിച്ചൊരു സ്കോർ വന്നിട്ടില്ല, നിങ്ങൾ UPSC കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരൊറ്റ സജഷൻ എല്ലാവരും കൂടെ പറയാം. മെയിൻസിന്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. മെയിൻസ് പഠിക്കുന്നില്ല, ഇനി ഞാൻ ഓഗസ്റ്റ് ആകുമ്പോൾ ഒന്നുകൂടെ, ജൂലൈ ആകുമ്പോൾ ഒന്നും കൂടെ 27 ഞാൻ ഒന്നുകൂടെ എൻറോൾ ചെയ്ത് പഠിക്കാം. ഇപ്പൊ തന്നെ ഒരുപാട് പേര് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ 27 പിന്നെ എൻറോൾ ചെയ്യുന്നുണ്ട്. അവരെന്ന് വെച്ചാൽ ഒന്നേന്ന് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒന്നേന്ന് പഠിച്ച പല ആൾക്കാരും ഉണ്ട്. ഈ മിസ്റ്റേക്ക് ചെയ്യരുത്. ഒരിക്കലെങ്കിലും മെയിൻസിന്റെ ഒരു ഫുൾ സർക്കിൾ നിങ്ങൾ കൊടുക്കണം. വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും, എത്തിക്സ് ആണെങ്കിലും, ഇന്റേണൽ സെക്യൂരിറ്റി, ഇന്റർനാഷണൽ റിലേഷൻസ്, സൊസൈറ്റി, ഇതിന്റെയൊക്കെ ക്ലാസ്സുകളെല്ലാം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ആൻസർ റൈറ്റിംഗിന്റെ ടെസ്റ്റ് സീരീസുകൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം റെഡിയാണ്. നമ്മൾ ഈ വീക്ക് 24 സൺഡേ കഴിഞ്ഞാൽ ഒരു വെനസ്ഡേ, ഒരു 28 ജൂൺ 1 തീയതിക്കുള്ളിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ഇത് ചെയ്യണം. പ്രിലിംസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഓഗസ്റ്റ് വരെ, നമ്മുടെ പരീക്ഷ കഴിയുന്നവരെ നിങ്ങൾ ഫുൾ മോക്കൊക്കെ എഴുതി ഒന്ന് നോക്കണം. കിട്ടിയാലും ഇല്ലെങ്കിലും ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് മതി പ്രിലിംസിന് പഠിക്കുന്നെന്നുള്ളൊരു ഹംബിൾ സജഷനാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഫുൾ സൈക്കിൾ ചെയ്തില്ല എങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇൻ കേസ്, ഞാൻ ഇത് പറയുന്നതല്ല, UPSC ആയതുകൊണ്ട് തന്നെ വി ഹാവ് ടു എക്സ്പെക്ട് ഫോർ ദ വേസ്റ്റ്, പ്രിപ്പയർ ഫോർ ദ ബെസ്റ്റ്. മെയിൻസിന്റെ സൈക്കിൾ ഉറപ്പായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അത് എൻ്റെ കൂടെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവാൻ വേണം. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളെ എനിക്ക് ജനറലി പറയാനുള്ളൂ. ഓൾറെഡി GS1 സ്ട്രാറ്റജി, 2 CSATന്റെയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 ദിവസം ബ്രേക്ക് എടുക്കണം. ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് പഠിച്ച ആൾക്കാരാണ്. ഒരു 3-4 ഡേയ്സ് ബ്രേക്ക് എടുത്തിട്ട് കം ബാക്ക്. മെയിൻസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ജനറലി ഇവിടെ പറയാനുള്ളത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ.
നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും. ടെൻഷൻ ഒന്നും അടിക്കാതെ പറ്റുന്നത് പോലെ മുന്നോട്ട് പോവുക. ഇനി ഒരു കാര്യം കൂടെ, ഇന്നും നാളെ പ്രത്യേകിച്ചും സാറ്റർഡേ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ടാർഗറ്റുകളൊന്നും വെക്കണ്ട. എല്ലാം കൂടെ ഞാൻ നാളെ ഒരു 17 മണിക്കൂർ ഒന്നും പഠിക്കാനും നിൽക്കണ്ട. നമുക്ക് പറ്റുന്നത് പോലെ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതൊന്നും ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനൊരു ഒരു ഒരു ആസ്പിരന്റ്, പണ്ടൊരു ആസ്പിരന്റ് ആയിരുന്ന ഒരു എക്സ്പീരിയൻസിൽ വേറെ കാലഘട്ടത്തിൽ പഠിച്ചതാണെങ്കിൽ പോലും കാലഘട്ടം ഏതായാലും യു പി എസ് സിയുടെ സ്കില്ല് സെയിം ആണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പ്രിലിംസ് പേപ്പർ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഇത്രയൊക്കെ പഠിച്ചതെന്നില്ല, എന്തോരം കഷ്ടപ്പെട്ടു. എന്നിട്ട് ഇവര് ചോദിച്ചിരിക്കുന്ന കണ്ടോ, വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. പക്ഷെ അതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാവുന്നത്. അപ്പൊ അത് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ആ സമയത്ത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള, ഇതുവരെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ള, ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, ഇറ്റ്സ് കോൾഡ് ട്രാൻസാക്ഷണൽ നോളജ്. നമ്മുടെ ഇതുവരെയുള്ള ട്രാൻസാക്ഷണൽ നോളജ് വെച്ചിട്ട് ഉറപ്പായിട്ടും കുറെ ചോദ്യങ്ങൾ, ഇതുവരെ പത്രം വായിച്ചത്, വീഡിയോ കണ്ടത്, യൂട്യൂബിൽ വീഡിയോ കണ്ടത്, നമ്മൾ വെറുതെ സംസാരിച്ചത്, എവിടെയൊക്കെയോ കേട്ട കുറെ കാര്യങ്ങൾ വെച്ചിട്ട് പല ചോദ്യങ്ങളിലും നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. അതാണ് യു പി എസ് സിയുടെ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ആരും നമ്മൾ എത്ര സെറ്റ് ചെയ്താലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ ഭയങ്കരമായ ടാർഗറ്റുകളൊന്നും ഇല്ലാതെ പറ്റുന്നത് പോലെ ഇത്രയൊക്കെ ഇനി പെൻഡിങ് ഉണ്ടല്ലോ എന്നൊന്നും ആലോചിക്കാതെ ഇത്ര നാൾ ചെയ്തതൊക്കെ മതി, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭയങ്കരമായ മാസീവ് ടാർഗറ്റ് ഒക്കെ ഇട്ട് നാളെ 17 മണിക്കൂർ പുഷ് ചെയ്താലൊന്നും നമ്മൾ ഒരിക്കലും ഇത് പാസ്സാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത്ര നാൾ കഴിഞ്ഞതൊക്കെ നമ്മളെ സഹായിക്കും. ഇത്ര നാൾ പഠിച്ചതും കേട്ടതും ക്ലാസ് ഇരുന്നതും എവിടെയെങ്കിലും ഒക്കെ നമുക്കത് സഹായിക്കും. 100% ഷുവർ. യെസ്, സിലബസ് ഇറ്റ്സെൽഫ് വിഷ്ണു പറഞ്ഞ കറക്റ്റ് ആണ്. സിലബസ് പറയുന്നത് തന്നെ ജനറലിസ്റ്റ് ആണെന്നാണ്. കറക്റ്റ് ആണ് വിഷ്ണു, ഞാൻ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത്രയും നാൾ പഠിച്ചത് നമ്മളെ സഹായിക്കും. ഇത് കൂടുതലൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ മതി. അപ്പൊ ഏകദേശം നിങ്ങൾ നന്നായി ഒന്ന് പെർഫോം ചെയ്യുക. ഇതിൽ തന്നെ ഓൾറെഡി 26 എഴുതുന്ന കുറെ ആൾക്കാർ 27ലേക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുക. മറ്റൊരു നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ ഉറപ്പായിട്ടും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി സമയം കളയുന്നില്ല. അപ്പൊ ബെസ്റ്റ് വിഷസ്. നമ്മൾ ഇനി പ്രിലിംസിന് ശേഷം മെയിൻസിന്റെ സെഷൻസിലായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. മെയിൻസിന്റെ ക്ലാസ്സുകളും റെക്കോർഡും ലൈവും കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ആൻസർ റൈറ്റിംഗ് ഒക്കെ ആയിട്ടായിരിക്കും കൂടുതൽ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ ദ സ്റ്റുഡൻസ്. നല്ല റിസൾട്ട്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. ഉറപ്പായിട്ടും നന്നായി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കാൻ നോക്കുക. ഞാനും ഉറപ്പായിട്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. സോ ബെസ്റ്റ് വിഷ്, മേ ഗോഡ് ബ്ലെസ് യു ആൾ. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ശേഷം കാണാം. ഞാനും പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി. സോ അടുത്ത ആഴ്ച നമ്മൾ മെയിൻസിന്റെ ഇതിനു വേണ്ടി നമ്മൾ കാണും. എന്തായാലും നമ്മൾ വി ആർ ഗോയിങ് ഫോർവേഡ്. കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയെല്ലാം വരുന്നത്. ടേക്ക് കെയർ, ബൈ ബൈ. ഓക്കെ, എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ പേരെടുത്ത് വിളിക്കുന്നില്ല. എന്തായാലും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.